മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ. രാത്രി യാത്രയില്ല. സംസ്കാര സംക്രമണത്തിനുള്ള മാധ്യമമായ ഭാഷയിലെ നാടൻ ശൈലികളെപ്പറ്റിയുള്ള ഒരു ചിന്തയാണ് ഇന്നിവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ശീലത്തിൽ നിന്ന് ജനിക്കുന്നതാണല്ലോ ശൈലി. സാഹിത്യലോകത്തിൽ പല ശൈലികൾക്കും പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. അർത്ഥശൂന്യമായ വാക്കുകൾക്കും ശബ്ദങ്ങൾക്കും താളലയമുണ്ടെന്നും കഥാപാത്രങ്ങളുടെ ഭാഷയും ശൈലിയും ഗദ്യശൈലിയുടെ രസനീയതയും പദസമ്പത്തും പ്രസക്തമാക്കുന്നുണ്ട് എന്നും വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കൃതികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. കുണ്ട്രപ്പി, ബുസാട്ടോ, ഡ്രങ്ക് ഡിങ്കാഹോ, ഹുലി ഹലിയോ ഹുലി, ഹുലാലോ, ഹൻധോന്തു തുടങ്ങിയ വാക്കുകളും ശബ്ദപ്രയോഗങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇതുകൂടാതെ അർത്ഥവ്യാപ്തിയേറെയുള്ള സാഹിത്യേതര ശൈലികളും മലയാള ഭാഷയിൽ നിർണായക സ്ഥാനം വഹിക്കുന്നവയാണ്. ഇന്നിവിടെ സവിശേഷമായി ചർച്ച ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക സന്ദർഭത്തിനനുസൃതമായി ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയെപ്പറ്റിയാണ്. രാത്രി യാത്രയില്ല എന്നതാണത്. ഇന്നും അർത്ഥമറിയാതെ മലയാളി സർവ്വസാധാരണയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൈലിയാണ്. രാത്രി നാം ഒരു വീട്ടിലെത്തിയിട്ട് തിരിച്ചു പോകാൻ നേരം ചെരുപ്പമിട്ട് എല്ലാവരോടുമായി നാം ഇത് പറയും, അല്ലേ? രാത്രി യാത്രയില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പരിതസ്ഥിതി വളരെ സങ്കീർണമായിരുന്നു. വൈദ്യുതിയില്ലാത്ത, ഗതാഗത സൗകര്യമില്ലാത്ത, ഒരു വീട് കഴിഞ്ഞാൽ അടുത്ത വീട് വിദൂരമായ, വന്യമൃഗങ്ങളുടെ ശല്യം ഏറെയുള്ള അത്തരമൊരു സാംസ്കാരിക ചുറ്റുപാടിൽ ഒരു വീട്ടിലെത്തി വർത്തമാനം പറഞ്ഞ് നേരം വൈകിയാൽ അവർ എടുക്കുന്ന തീരുമാനമാണ് രാത്രി യാത്രയില്ല, ഇന്നവിടെ തങ്ങാം എന്നുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തെ സംബന്ധിച്ച് രാത്രി യാത്ര എന്നത് ദുർഘടമായ ഒരു കാര്യമല്ല. തികച്ചും സാന്ദർഭികമായ ഈ ശൈലി ഇന്നും മലയാളികൾ തുടർന്നു പോരുന്നു. സർവം മായ എന്ന ഈ അടുത്തിടെ ഇറങ്ങിയ ചലച്ചിത്രത്തിലും പല പ്രാവശ്യം ഈ ശൈലി ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളിയുടെയും കേരളീയതയുടെയും അടയാളമായി ഇത്തരം ശൈലികളെ കണക്കാക്കാം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും